ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ലക്ഷ്യ കോമേഴ്സ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് BCom ഫൈനൽ സെമ്മിലെ ഓഡിറ്റിംഗ് ആയിട്ടാണ്. അപ്പോൾ അതൊരു പക്കാ തിയറി പേപ്പറാണ്. പ്രോബ്ലം ഒന്നുമില്ല, പക്ഷേ കുറച്ചുകൂടി ശ്രദ്ധ കൊടുത്ത് പഠിക്കേണ്ട ഒരു പേപ്പറാണ്. കാരണം കുറച്ച് ഓഡിറ്റിംഗ് പരമായിട്ടുള്ള കുറച്ച് റൂൾസും റെഗുലേഷൻസും ലോസും ഒക്കെ പഠിക്കാനുള്ള ഒരു പേപ്പറാണിത്. അപ്പോൾ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററാണ്. ഇൻട്രൊഡക്ഷൻ ജസ്റ്റ് ഒരു ഹിസ്റ്ററി, ദെൻ ഒബ്ജക്റ്റീവ്സ്, ഓഡിറ്റിങ്ങിൻ്റെ മീനിങ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളുടെ ചാനൽ ആദ്യമായിട്ടാണ് ഏതെങ്കിലും സ്റ്റുഡൻസ് കാണുന്നത് വെച്ചെങ്കിൽ നമ്മളുടെ വീഡിയോസൊക്കെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. എല്ലാം ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ക്ലാസ്സസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഒപ്പം തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, അപ്പോൾ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് വേഗം ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് ഓഡിറ്റിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷനാണ്. ഓഡിറ്റിംഗ് എന്താണെന്ന് എല്ലാവർക്കും അറിയുന്ന ഒരു കൺസെപ്റ്റാണ് ഓഡിറ്റിങ്. ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് ജസ്റ്റ് പറയുകയാണെങ്കിൽ ചെക്കിംഗ് എന്നുള്ളൊരു ആക്ടിവിറ്റിയാണ്. നമ്മളുടെ ഒരു കമ്പനിയിലെ എല്ലാ ബുക്ക് ഓഫ് അക്കൗണ്ട്സും കംപ്ലീറ്റ്ലി ചെക്ക് ചെയ്ത് എന്തെങ്കിലും ഒരു ഫ്രോഡ് ഉണ്ടെങ്കിൽ അതിനെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അത് ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഓഡിറ്റിംഗ് എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പണ്ട് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് മിയർലി ഒരു ചെക്കിംഗ് പർപ്പസ് ആയിട്ടാണ് ഒരു ഓൾഡ് കൺസെപ്റ്റിൽ പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല, പുതിയ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പ്രകാരം ഓഡിറ്റിംഗ് വളരെ വൈഡായിട്ടുള്ള ഒരു ഏരിയയാണ്. മാത്രമല്ല കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഈ ഒരു ഫീൽഡിൽ അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഓരോന്നോരോന്നായിട്ട് നോക്കാം. അപ്പോൾ അതിന് മുൻപ് ജസ്റ്റ് ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ, ഓഡിറ്റിംഗ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ സമയത്ത് തന്നെ നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ അത് മിയർലി ഒരു ചെക്കിംഗ് മാത്രം എന്നുള്ളൊരു പർപ്പസായിട്ടാണ് ആദ്യം നടന്നിരുന്നത്. പിന്നെ നമ്മളുടെ ഡബിൾ എൻട്രി സിസ്റ്റം വന്നതോടുകൂടി അത് കുറച്ചുകൂടിയും സ്ട്രോങ് ആയി. ഇതിനൊപ്പം തന്നെ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, കമ്പനി ആക്ട്, ഗവൺമെൻറ്റൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ചാർട്ടേഡ് അക്കൗണ്ട്സിൻ്റെ കുറച്ച് ആക്ട്സ്, ദെൻ വേറെ കുറേ കോർട്ട്സ് ജഡ്ജ്മെൻറ്റ്സ്, അങ്ങനെയൊക്കെ പ്രകാരം ഇപ്പോൾ വാസ്റ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആയിട്ടാണ് ഓഡിറ്റിങ് മാറിയിട്ടുള്ളത്. ഒപ്പം തന്നെ കമ്പ്യൂട്ടേഴ്സിൻ്റെ വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള യൂസസും ഓഡിറ്റിങ്ങിന് എന്താണ് ആക്സിലറേറ്റ് ചെയ്യുന്ന, അതിൻ്റെ ആക്ടിവിറ്റീസ് ആക്സിലറേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ മീനിങ് നോക്കാം. Audit means a systematic examination of books to verify the authenticity and accuracy of transaction. Auditing means examining the authenticity of verifying transaction with reference to vouchers, invoice, documents, bills and cash memos. അപ്പോൾ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൻ്റെ ഒക്കെ എക്സാമിനേഷനാണ്. അതെന്ത് വെച്ചിട്ടാണ് എക്സാമിൻ ചെയ്യുന്നത്? അതിൻ്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ആണ്, ലൈക്ക് വൗച്ചേഴ്സ്, ഇൻവോയ്സസ്, ഡോക്യുമെൻറ്റ്സ്, ഇതൊക്കെ റെഫർ ചെയ്തിട്ടാണ് നമ്മൾ ഓഡിറ്റിംഗ് എന്നുള്ള ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓഡിറ്റിംഗ് പണ്ട് കമ്പൽസറി ആയിരുന്നില്ല, പക്ഷേ പുതിയ നിയമങ്ങൾ പ്രകാരം ഓഡിറ്റിംഗ് എന്നുള്ളൊരു പ്രോസസ്സ് കമ്പൽസറി ആണ്. അപ്പോൾ സാധാരണ ഓഡിറ്റർ ചിലപ്പോൾ ഒരു കമ്പനീസ് പുറത്തുനിന്നായിരിക്കും അപ്പോയിൻ്റ് ചെയ്യാം. അപ്പോൾ ആ ഓഡിറ്റർ വന്ന് കമ്പനിയിലെ എല്ലാ ബുക്സ് ഓഫ് അക്കൗണ്ട്സും നമ്മൾ എന്ത് ചെയ്യുന്നു, ചെക്ക് ചെയ്യുന്നു. മാത്രമല്ല അവിടുത്തെ അക്കൗണ്ട് സെഷൻ കീപ്പപ്പ് ചെയ്യുന്ന, ആ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾ നമ്മൾക്ക് കുറേ എക്സ്പ്ലനേഷൻസ് തരും. കാരണം ഓരോ സോഴ്സസിനെയും ഓരോ വൗച്ചേഴ്സിനെയും കുറിച്ച് നമുക്ക് ഡൗട്ട്സ് ഉണ്ടായിരിക്കും, ഒരു ഓഡിറ്റർക്ക് ഡൗട്ട്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നത് ആ അക്കൗണ്ടിങ് അല്ലെങ്കിൽ അവിടുത്തെ അക്കൗണ്ടൻ്റ് ആയിരിക്കാം, ആ ഒരു കമ്പനിയിലെ മെയിൻ അക്കൗണ്ടൻ്റ് ആയിരിക്കാം. അപ്പോൾ ലിറ്ററലി നമുക്ക് ഓഡിറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അക്കൗണ്ടൻ്റ് അല്ലെങ്കിൽ അക്കൗണ്ട് സെക്ഷനൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ആൾ പറയുന്നത്, ഹിയർ ചെയ്യുന്ന ആളിനെയാണ് സാധാരണ ഓഡിറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. വിച്ച് മീൻസ് ഹിയററാണ്, ഹൂ ഹിയേഴ്സ്, അവരെയാണ് നമ്മൾ സാധാരണ ഓഡിറ്റേഴ്സ് എന്ന് വിളിക്കാം. കാരണം എന്താണ്, ഒരു ഓഡിറ്റർ ഹിയറിംഗ് ചെക്ക് തന്നെയാണ് ചെയ്യുന്നത്, എന്നിട്ടാണ് ക്രിയേറ്റ് ചെയ്യുക, റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഓഡിറ്റർക്ക് കൊടുത്തിട്ടുള്ള ഇൻഫർമേഷൻസിൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ലെങ്കിൽ ആൾക്ക് എന്തു ചെയ്യാം, കുറച്ചുകൂടി റീഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അതിൻ്റെ ഫാക്ട്സ് കണ്ടുപിടിച്ച് എവിടെയെങ്കിലും മിസ്റെപ്രസെൻറ്റേഷനോ അല്ലെങ്കിൽ ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റീസോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് കണ്ടുപിടിച്ച് എന്ത് ചെയ്യാം, റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ ഓഡിറ്റേഴ്സിൻ്റെ റിപ്പോർട്ട് എപ്പോഴും ഒരു കമ്പനിക്ക് അനുകൂലമാക്കാനാണ് അതിൻ്റെ അകത്തുള്ളവർ അല്ലെങ്കിൽ ആ ഫൈനാൻസ് സെക്ഷനിലുള്ളവരൊക്കെ ശ്രമിക്കുക. അല്ലെങ്കിൽ അവർക്കാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, ഒരു അക്കൗണ്ട്സിലും ഏതെങ്കിലും ഒരു ബുക്സിലൊക്കെ
എന്തെങ്കിലും ഒരു ഫ്രോഡ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു ഓഡിറ്റിങ്ങിൽ തെളിയും. സോ അതിനെയാണ് നമ്മൾ ആ ഓഡിറ്റിങ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഒരു ഡെഫിനീഷൻ നോക്കാം. The International Auditing Practices Committee defines auditing as the independent examination of financial information of an entity, whether profit-oriented or not, irrespective of size or legal form, when such an examination is conducted with a view to expressing an opinion thereon. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത്. ഏതെങ്കിലും ഒരു ഫൈനാൻഷ്യൽ അല്ലെങ്കിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഇറസ്പെക്റ്റീവ് ഓഫ് സൈസ്, ലാർജ് സൈസ് ആവട്ടെ മീഡിയം ഓർ സ്മോൾ സൈസ് ആവട്ടെ, നമ്മളിത് ചെയ്യുന്നത് എന്തിനാണ്? അതിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് ഓഡിറ്റിംഗ് എന്നുള്ള പ്രോസസ്സ്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നത് ഇത് കുറച്ച് കോമൺ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് പറയാം. സോ ഒന്നാമത്തെ, ഓഡിറ്റ് ഈസ് എൻ എക്സാമിനേഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് അതർ റെക്കോർഡ്സ് ആൻഡ് സപ്പോർട്ടിംഗ് വൗച്ചേഴ്സ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, എല്ലാത്തിൻ്റെയും എക്സാമിനേഷനാണ്. ദ ഓഡിറ്റർ ഹാസ് നോട്ട് ഓൺലി സീ ദ അരിത്തമാറ്റിക്കൽ അക്യുറസി ഓഫ് ദ ബുക്സ് ഓഫ് അക്കൗണ്ട് ബട്ട് ഓൾസോ ഗോ ഫർദർ ആൻഡ് ഫൈൻഡ് ഔട്ട് വെദർ ദ ട്രാൻസാക്ഷൻസ് എൻറ്റേർഡ് ഇൻ ദ ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി ആർ കറക്റ്റ് ഓർ നോട്ട്. അപ്പോൾ നമ്മൾ അതിൽ എൻ്റർ ചെയ്തിട്ടുള്ള ആ ഒരു അരിത്തമെറ്റിക്കൽ അക്യുറസി മാത്രമല്ല നോക്കുന്നത്, അത് അവിടെ ചിലപ്പോൾ അവർ കറക്റ്റായിട്ട് എൻ്റർ ചെയ്യാം. ചിലപ്പോൾ ആ ഒരു ട്രാൻസാക്ഷൻ തന്നെ നടന്നിട്ടില്ലെങ്കിൽ കൂടി അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എൻ്റർ ചെയ്യപ്പെടാം. സോ ആ ഒരു ട്രാൻസാക്ഷൻ്റെ ക്രെഡിബിലിറ്റി കൂടി ഓഡിറ്റർ എന്ത് ചെയ്യുന്നുണ്ട്? ചെക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ, ദ പർപ്പസ് ഓഫ് ഓഡിറ്റിംഗ് therefore lies in ascertaining whether the working results for a particular period as shown by profit and loss accounts and the exact financial position of the business reflected in the balance sheet. അപ്പോൾ ഇവർ പറഞ്ഞിട്ടുള്ള പ്രകാരം നമ്മുടെ ബാലൻസ് ഷീറ്റിലും ബുക്സ് ഓഫ് അക്കൗണ്ട്സിലൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ആ ഒരു റിസൾട്ട് കറക്റ്റ് ആണോ എന്ന് അസർട്ടൈൻ ചെയ്യുന്നതാണ്. പിന്നെ പറയുന്നത്, ഓഡിറ്റിംഗ് ഈസ് ഓൾസോ ആൻ ഇൻവെസ്റ്റിഗേഷൻ ഇൻ ടു സർട്ടൈൻ എവിഡൻസ് വെൻ ദ ഓഡിറ്റർ സസ്പെക്ട്സ് ഓഫ് ഫ്രോഡ് ഓർ ഇറേഴ്സ്. ഇപ്പോൾ ഓഡിറ്റേഴ്സ് ഏതെങ്കിലും ഒരു ആൾക്ക് സസ്പെക്റ്റ് ചെയ്യാണ് അത് ഇററാണ് അല്ലെങ്കിൽ അത് അവിടെ ഒരു ഫ്രോഡലൻ്റ് ആക്ടിവിറ്റി നടന്നിട്ടുണ്ട് എന്നാണെങ്കിൽ അവിടെ ഇൻവെസ്റ്റിഗേഷനാണ്. ആക്ച്വലി ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റിഗേഷനാണ്. ദ ഓഡിറ്റർ മേക്ക് ഷുവർ ദാറ്റ് ദ അക്കൗണ്ട്സ് ആൻഡ് ഫൈനൽ അക്കൗണ്ട്സ് ഹാവ് ബീൻ പ്രിപ്പയർഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ലോ. അപ്പോൾ കമ്പനീസ് ആക്ട് പ്രകാരം ഒപ്പം തന്നെ ഫോളോ അപ്പ് ചെയ്യേണ്ട ബാക്കി ആക്ട്സ് പ്രകാരമാണ് ഇവിടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്നും കൂടി കൺഫേം ചെയ്യണം. പിന്നെ പറയുന്ന പോയിന്റ്, ദ ഓഡിറ്റർ ആഫ്റ്റർ ഓഡിറ്റിംഗ് എ റിപ്പോർട്ട് ഓഫ് സം കൈൻഡ് വെദർ ഷോർട്ട് ഓർ ലോങ് ടേം ഈസ് എസെൻഷ്യൽ ഇൻ ഓൾ ടൈപ്പ് ഓഫ് ഓഡിറ്റ്സ്. അപ്പോൾ നമ്മൾ ഓഡിറ്റ് ചെയ്തതിന് ശേഷം ഒരു ഓഡിറ്റർ റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യണം. അത് ഷോർട്ടാണെങ്കിലും ലോങ് ആണെങ്കിലും എന്താണ് അത് ക്രിയേറ്റ് ചെയ്യണം. ഷോർട്ട് ടേമിലേക്കുള്ള ഓഡിറ്റിംഗ് ആണെങ്കിലും ലോങ് ടേമിലേക്കുള്ള ഓഡിറ്റിംഗ് ആണെങ്കിലും റിപ്പോർട്ട്സ് എസെൻഷ്യലാണ്. ദെൻ എട്ടാമത്തെ പറയുന്ന, ഓഡിറ്റിംഗ് ഈസ് ടു ബി ഡൺ ബൈ ഇൻഡിപെൻഡൻറ്റ് പേഴ്സൺ ക്വാളിഫൈഡ് ഫോർ ദി ജോബ്. അപ്പോൾ ഓഡിറ്റർ ആവാനായിട്ട് കുറച്ച് ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. ICAIയുടെ ചാർട്ടേർഡ് അക്കൗണ്ടൻറ്റ് എക്സാം പാസ്സാവണം, അങ്ങനെയൊക്കെ കുറച്ച് ക്വാളിഫിക്കേഷൻസ് വേണം. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ക്വാളിഫൈഡ് പേഴ്സൺ ആയിരിക്കണം, ഒരു ഇൻഡിപെൻഡൻറ്റ് പേഴ്സൺ ആയിരിക്കണം ഓഡിറ്റർ എന്ന് പറയുന്നത്. കമ്പനിക്ക് പരിചയമുള്ള ഏതെങ്കിലും ഒരു ഓഡിറ്റർ വെച്ചിട്ട് ചെയ്യരുത്. അയാൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ ഇത്രയാണ് ഓഡിറ്റിംഗ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ. ഇനി അടുത്തത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ഓഡിറ്റിംഗ് ആൻഡ് അക്കൗണ്ടിങ്. ഇത് രണ്ടും രണ്ട് കൺസെപ്റ്റ്സ് ആണ്. പക്ഷേ ഓഡിറ്റിങ്ങും അക്കൗണ്ടിങ്ങും ഒക്കെ ഒന്നാണെന്നാണ് ചിലപ്പോൾ നമ്മളൊക്കെ വിചാരിക്കുന്നത്. പക്ഷേ അക്കൗണ്ടിങ്ങും ഓഡിറ്റിങ്ങും രണ്ടും രണ്ട് എക്സ്ട്രീമാണ്. അപ്പോൾ നമുക്കത് പറയാം. അക്കൗണ്ടൻസി ബിഗിൻസ് വേർ ബുക്ക് കീപ്പിംഗ് എൻഡ്സ്. ബുക്ക് കീപ്പിംഗ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ജസ്റ്റ് ട്രാൻസാക്ഷൻ എൻട്രി മാത്രമാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. പക്ഷേ അക്കൗണ്ടൻസി അത് പ്രൊഫഷണൽ രീതിയിൽ അക്കൗണ്ടൻസ് ചെയ്യുന്നതാണ്. സോ അക്കൗണ്ടൻസി എന്ന് പറയുന്നത് ബുക്ക് കീപ്പിംഗ് എൻ്റെ ചെയ്യുന്നിടത്താണ് തുടങ്ങുന്നത്. ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് എൻ്റെ ചെയ്യുന്നിടത്താണ് ഓഡിറ്റിംഗ് തുടങ്ങുന്നത്. ഇനി അക്കൗണ്ടിങ് പെർഫോം ചെയ്യുന്ന ആളിനെ നമുക്ക് അക്കൗണ്ടൻ്റ് എന്ന് വിളിക്കാം. ഓഡിറ്റിംഗ് ചെയ്യുന്ന ആളെ നമുക്ക് ഓഡിറ്റർ എന്ന് വിളിക്കാം. ദെൻ ഇറ്റ് ഈസ് നോട്ട് നെസസറി ഫോർ ദ അക്കൗണ്ടൻറ്റ് ടു പാസ് ദ ചാർട്ടേഡ് അക്കൗണ്ടൻസ് എക്സാമിനേഷൻ. ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് എക്സാമിനേഷൻ ഒന്നും അക്കൗണ്ടൻറ്റിന് പാസ്സാവേണ്ട ആവശ്യമില്ല. ചില കമ്പനീസിൽ മാത്രമാണ്, ചിലയിടത്ത് അങ്ങനെ നിർബന്ധം ഉള്ള സ്ഥലത്താണെങ്കിൽ അത് ക്വാളിഫൈഡ് ആയിരിക്കണം. അല്ലാത്ത പക്ഷം അങ്ങനെ ഒരു ക്വാളിഫിക്കേഷൻ നിർബന്ധമില്ല. പക്ഷേ ഒരു ഓഡിറ്ററെ സംബന്ധിച്ചിടത്തോളം ചാർട്ടേഡ് അക്കൗണ്ടൻസിൻ്റെ CA ഡിഗ്രി എന്തായാലും ഉണ്ടായിരിക്കണം. ദെൻ മെമ്പർഷിപ്പ് ഇൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് എന്തായാലും വേണം. ഇനി അടുത്ത് പറയുന്നത്,
ഒരു അക്കൗണ്ടൻറ്റിൻ്റെ ജോലി എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ദെൻ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഇതൊക്കെയാണ് ഒരു അക്കൗണ്ടൻറ്റ് ചെയ്യേണ്ട ജോലി. പക്ഷേ ഓഡിറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അനലിറ്റിക്കൽ ആൻഡ് ക്രിട്ടിക്കൽ എക്സാമിനേഷൻ ഓഫ് ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് ദ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ടു ഫൈൻഡ് ഔട്ട് ദെയർ ആക്യുറസി. അപ്പോൾ അതാണ് ഓഡിറ്റർ ചെയ്യുന്നത്. ഇനി ദ അക്കൗണ്ടൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ട്രയൽ ബാലൻസും ഫൈനൽ അക്കൗണ്ട്സും ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. ദെൻ ഓഡിറ്റർ പ്രിപ്പയർ ചെയ്യുന്നത് എന്തായിരിക്കും? ഓഡിറ്റേഴ്സ് റിപ്പോർട്ടായിരിക്കും. പിന്നെ അക്കൗണ്ടൻസിൻ്റെ വർക്ക് ഒരു കണ്ടിന്യൂസ് ത്രൂ ഔട്ട് ദ ഇയർ ആണ്, കണ്ടിന്യൂസ് വർക്കാണ്. പക്ഷേ ഓഡിറ്റർക്ക് ഇയർ എൻഡിൽ നമ്മളുടെ അക്കൗണ്ട്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യുന്ന ക്ലോസ് ചെയ്യുന്ന ഒരു സമയത്ത് മാത്രമാണ് ഓഡിറ്റർക്ക് വർക്ക് ഉണ്ടായിരിക്കുക. പിന്നെ അക്കൗണ്ടൻസ് ആണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം. പക്ഷേ ഓഡിറ്റർക്ക് അത് വെരിഫൈ ചെയ്യേണ്ട ഉത്തരവാദിത്വമാണുള്ളത്. അക്കൗണ്ടിങ് നെസസറി ആയി കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഓഡിറ്റിംഗ് പണ്ട് ഒരു ലക്ഷറി കൺസെപ്റ്റ് ആയിരുന്നു, പക്ഷേ ഇപ്പോൾ അത് നെസസറി ആണ്. ദെൻ അക്കൗണ്ടിങ്ങിൽ നമുക്ക് സാലറീഡ് കമ്പനി എംപ്ലോയി ആണ് അക്കൗണ്ടിങ് പ്രോസസ്സ് ചെയ്യുക. പക്ഷേ ഓഡിറ്റർ മേ ബി ഔട്ട്സൈഡർ ആയിരിക്കാം, ഒരു ഫിക്സഡ് പെർക്സ് ആയിരിക്കാം അയാൾക്ക് കൊടുക്കുന്നത്. പിന്നെ അക്കൗണ്ടൻറ്റിന് ഇറ്റ്സ് നോട്ട് റിക്വയർഡ് ടു സബ്മിറ്റ് എനി റിപ്പോർട്ട്. നമുക്ക് ഒരു റിപ്പോർട്ട്സ് ഒന്നും പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഓഡിറ്റേഴ്സിന് ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണം. സോ അപ്പോൾ ഇത്രയാണ് മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ അക്കൗണ്ടൻസി ആൻഡ് ഓഡിറ്റിംഗ്. മേ ബി ചോദിക്കാം. ഇത് എല്ലാതും നമുക്ക് അറിയാവുന്ന ഇൻഫർമേഷൻസ് ആണ്, അപ്പോൾ അതൊന്ന് സോർട്ട് ഔട്ട് ചെയ്തെടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇനി അടുത്തൊരു ടേമാണ് ഇൻവെസ്റ്റിഗേഷൻ. അപ്പോൾ ഈ ഓഡിറ്റിങ്ങും ഇൻവെസ്റ്റിഗേഷനും രണ്ടും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ആ ഒരു ടേമും കൂടി നമുക്ക് നോക്കാം. അക്കൗണ്ടൻസിയുടെ കുറച്ചുകൂടി നമ്മൾ ഈ ഒരു ഡിഫറൻസ് മാത്രം പറഞ്ഞത്, അക്കൗണ്ടൻസി എന്നുള്ളൊരു കൺസെപ്റ്റ് എല്ലാവർക്കും അറിയണതാണ്, അക്കൗണ്ടൻ്റ് എന്നുള്ള കൺസെപ്റ്റും. പക്ഷേ ഇതൊരു പുതിയ കൺസെപ്റ്റാണ് ഇൻവെസ്റ്റിഗേഷൻ. അപ്പോൾ നമ്മൾ ഓഡിറ്റിംഗ് പഠിച്ചു, ദെൻ അക്കൗണ്ടൻസി അത് തമ്മിലുള്ള ഡിഫറൻസ്. ഇനി ഇൻവെസ്റ്റിഗേഷനാണ്. Investigation means an act of detailed examination of books and accounts and commercial and financial position of a business firm. Investigation is carried out in an organization for a specific purpose. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് വൈഡ് ആയിട്ടുള്ളൊരു കാര്യമല്ല, വൈഡായിട്ട് നമ്മൾ പോകുന്നില്ല. പക്ഷെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഡെപ്തിൽ നമ്മൾ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു അക്കൗണ്ട്സിലായിരിക്കാം ചിലപ്പോൾ ഒരു ഓഡിറ്റർക്ക് ഡൗട്ട് തോന്നുക, അല്ലെങ്കിൽ സസ്പെക്റ്റ് ചെയ്യുക, ഫ്രോഡ് സസ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ മാത്രം, ആ ഒരു അക്കൗണ്ടിൽ മാത്രം ചിലപ്പോൾ ഡെപ്തിൽ പോകുന്നു. പക്ഷെ വൈഡായിട്ട് ഒന്നും നോക്കുന്നില്ല, അതിനോട് റിലേറ്റ് ആയിട്ടുള്ളതിലേക്കൊന്നും നോക്കുന്നില്ല. സസ്പെക്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ മാത്രം ഡെപ്തിൽ പോകുന്ന ഒരു കാര്യമാണ് ഇൻവെസ്റ്റിഗേഷൻ. അത് ഓഡിറ്റിംഗ് എന്നുള്ള ഒരു കാര്യത്തിൽ മാത്രമല്ല, ഇൻവെസ്റ്റിഗേഷൻ ഒരു കോമൺ ആയിട്ടുള്ളൊരു എൻക്വയറി ആണ്. അതിപ്പോൾ നമുക്കൊരു കമ്പനിയുടെ ഷെയർ മേടിക്കുകയാണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ ആ കമ്പനിക്ക് നമുക്ക് മണി ലെൻഡ് ചെയ്യണമെങ്കിലൊക്കെ സാധാരണ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇൻവെസ്റ്റിഗേഷൻ. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ഓഡിറ്റിങ്ങിൽ നിന്ന് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്കിതിൻ്റെ മീനിങ് ജസ്റ്റ് നോക്കാം. ഇൻവെസ്റ്റിഗേഷൻ ആസ് ടു എക്സാമിനേഷൻ ഓഫ് ആൻ എൻക്വയറി ഇൻ ടു ദി അക്കൗണ്ട്സ് ഓഫ് എ ബിസിനസ് വിത്ത് എ വ്യൂ ടു disclose true position of affairs in relation to the special matters falling within the scope of investigation. അപ്പോൾ ഇതിൻ്റെ സ്കോപ്പിൽ വരുന്ന കാര്യങ്ങളിൽ മാത്രമാണ് നമ്മൾ സ്പെഷ്യൽ കെയർ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അതായത് അതിൻ്റെ ഡെപ്തിലേക്ക് നമ്മൾ പോകുന്നു, വൈഡായിട്ട് നമ്മൾ പോകുന്നില്ല. ഇനി ഇതിൻ്റെ മേജർ കുറച്ച് ഡിഫറൻസ് നമുക്ക് പറയാം ഓഡിറ്റിങ്ങും ഇൻവെസ്റ്റിഗേഷനും തമ്മിൽ. അപ്പോൾ അതിൻ്റെ പർപ്പസ് ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കാം. അതാണ് ഒന്നാമത്തെ ഡിഫറൻസ്. ഓഡിറ്റിങ്ങിൻ്റെ പർപ്പസ് നമുക്കതിൽ മിസ്റ്റേക്സ് ഇതൊക്കെ കണ്ടുപിടിക്കാൻ. ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നത്. ദെൻ ഓഡിറ്റിംഗ് യൂഷ്വലി ടെസ്റ്റ് ചെക്കിംഗ് ആണ് ചെയ്യുന്നത്. പക്ഷേ ഇൻവെസ്റ്റിഗേഷനിൽ തെറോ എക്സാമിനേഷനാണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൻ്റെ. നമുക്ക് ഡെപ്തിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. പിന്നെ ഓഡിറ്റിംഗ് കവേഴ്സ് ഓൺലി എ ഇയർ ഓർ 6 months. പക്ഷേ ഇൻവെസ്റ്റിഗേഷൻ പീരീഡ് ഓഫ് 3 to 7 years. അപ്പോൾ ഓഡിറ്റിങ്ങിൽ എന്തെങ്കിലും പ്രോബ്ലം തോന്നുമ്പോഴാണ്, അപ്പോൾ ഓഡിറ്റിങ്ങിൽ നമ്മൾ 1 yearലത്തെയാണ് ചെക്ക് ചെയ്യുന്നത്. പക്ഷേ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുമ്പോൾ നമ്മളതൊരു 7 years വരെ പിന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കാറുണ്ട്. ദെൻ ദ പേഴ്സൺസ് ഇൻട്രസ്റ്റഡ് വിത്ത് ദി വർക്ക് ഓഫ് ഓഡിറ്റ് ഇസ് കോൾഡ് ഓഡിറ്ററാണ്. പക്ഷേ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന ആൾ ഇൻവെസ്റ്റിഗേറ്ററാണ്. മേ ബി ദ ഇൻവെസ്റ്റിഗേറ്റർ ആൻഡ് ഓഡിറ്റർ ബിക്കം എ സെയിം പേഴ്സൺ. ചില സമയങ്ങളിൽ അങ്ങനെയായിരിക്കാം. ഇനി ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ് ഓഡിറ്റർക്ക്. ഇൻവെസ്റ്റിഗേറ്റർക്ക് അങ്ങനെ സ്പെഷ്യലായിട്ടൊരു ക്വാളിഫിക്കേഷൻ ആവശ്യം ഇല്ല. പിന്നെ റിപ്പോർട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇൻവെസ്റ്റിഗേഷനിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു റിപ്പോർട്ട്സ് ഒന്നും പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യം നമുക്ക് മനസ്സിലായി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ റിപ്പോർട്ടൊന്നും പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല.
അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഒബ്ജക്ട്സ് ഓഫ് ഓഡിറ്റിംഗ് ആണ്. അതായിട്ട് പുതിയൊരു ക്ലാസ്സിൽ കാണാം. താങ്ക്